നിൽക്കവിടെ. എന്ത് ഭാവിച്ചാ നിന്റെ പുറപ്പാട്? ഭർത്താവ് രാവിലെ ഉല്ലാസയാത്രയ്ക്ക് പോകും, രാത്രി വരാതായപ്പോ ഭാര്യ അന്വേഷിച്ചു പോകുന്നു പന്തമായിട്ട്. നാട്ടുകാർ കണ്ട നാണക്കേട് ഈ തറവാട്ടിന്. രമണ, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന നല്ലത്. അത് തീരുമാനിക്കേണ്ടത് ഞാനാ. സാവിത്രി, നീ എന്താ പറഞ്ഞത്? പറഞ്ഞത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരല്ലല്ലോ എന്റെ വീട്ടുകാര്. ദിവസം എത്രയല്ലേ ആയുള്ളൂ. മാധവൻ പറഞ്ഞതുപോലെ എത്രയും വേഗം അവസാനിപ്പിക്കുന്നതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. രമണേട്ടന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എനിക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല. രമണേട്ട, വാ, ഞാനാ വിളിക്കുന്നേ. വാ രമണേട്ടാ. കേട്ടല്ലോ എന്റെ വീട്ടുകാര് പറഞ്ഞത്? കേട്ടു. എന്താ അഭിപ്രായം? എന്തായാലും എനിക്ക് കുഴപ്പമില്ല. വേർപിരിയാമെന്നോ? അതാണല്ലോ നിന്റെ വീട്ടുകാർ പറഞ്ഞതിന്റെ അർത്ഥം. രമണേട്ടന്റെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. നമ്മൾ തമ്മില് അത്രയ്ക്ക് വേർപിരിയാൻ മാത്രമുള്ള പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. എന്ത് പ്രശ്നം? ഇതൊക്കെ തന്നെയാണല്ലോ പ്രശ്നങ്ങള്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നതോടെ തീർന്നു പോകുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാ നല്ലത്. രമണേട്ടന്റെ മനസ്സെനിക്ക് വായിച്ചെടുക്കാൻ കഴിയണില്ല. എന്റെ മനസ്സ് നിന്റെ വീട്ടുകാർ ശരിക്കും വായിച്ചു പഠിച്ചിട്ടുണ്ട്. രമണേട്ടാ, വീട്ടുകാരല്ല വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഞാനാണ് ഭാര്യ. ഒരു ഭർത്താവിന്റെ മനസ്സ് ഭാര്യയ്ക്ക് വായിക്കാൻ കഴിയുന്നതായിരിക്കണം. ഞാൻ അങ്ങനെ ഒരു ഭർത്താവല്ല. രമണേട്ട, ഒരുപാട് സ്വപ്നങ്ങളോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു പാവം പെണ്ണാ ഞാൻ. എന്റെ സ്വപ്നങ്ങൾ തകർക്കരുത്. കാല് പിടിക്കുക. ഞാനൊരിക്കലും നിന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ വന്നവനല്ല, നിന്നെ രക്ഷിക്കാൻ വന്നവനാ. എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ? എന്റെ രീതി ഇങ്ങനെയാ. നിന്നെ താലി കെട്ടിയതിലൂടെ നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ ചെയ്തെന്ന എന്റെ വിശ്വാസം. അതാണ് സത്യവും. എന്നിട്ടാണോ ആദ്യ രാത്രി കണ്ണു അടച്ച് കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയത്? പോട്ടെ, നേരം വെളുത്തെഴുന്നേറ്റപ്പോ ഒരു സോറി അത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ രമണേട്ടൻ പറഞ്ഞില്ല. രാത്രികൾ വീണ്ടും ഉണ്ടായി. രമണേട്ടൻ എന്നെ ഒരു ശവത്തെ പോലെയാ കണ്ടത്. ഈ നിമിഷം വരെ എന്നെ അവഗണിക്കുക. ഒരു വാക്ക്,
സ്നേഹത്തോടെ ഒരു നോട്ടം, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, എന്റെ ഭർത്താവിന്റെ മടിയിൽ തല ചായ്ച്ച് ഒന്ന് ഉറങ്ങാൻ. എല്ലാത്തിനും മോഹമുണ്ട് എനിക്ക്. അതൊന്നും നടക്കില്ല. പിന്നെ എന്തിനെന്നെ ചതിച്ചു? പറ രമണേട്ടാ, ഞാൻ എന്ത് പാവം ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ നികൃഷ്ട ജീവിയെ പോലെ ആട്ടി അകറ്റുന്നേ? പറ, എനിക്ക് അറിയണം. ഒന്നും നീ അറിയണ്ട. ഇല്ല, എനിക്കത് അറിയണം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്കെന്താ സൗന്ദര്യം ഇല്ലേ? പണോ ഇല്ലേ? പറ, ഞാനൊരു പെണ്ണല്ലേ? അതെ, ഉണ്ട്. നിനക്കൊരാണിനെ മോഹിപ്പിക്കാവുന്ന എല്ലാം ഉണ്ട്. പക്ഷെ എന്നെ കീഴ്പ്പെടുത്താനുള്ള ഒന്നും നിനക്കില്ല. ഞാനൊരു വിചിത്ര ജന്മ. അതെ, എനിക്കിപ്പോ തോന്നിപ്പോന്നുണ്ട്. മുൻ ജന്മത്തിലെ കടം വീട്ട് ഈ ജന്മത്തിലെ സാവിത്രിക്കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി എന്റെ ജന്മം, എന്റെ ജീവിതം നരകമാക്കാൻ വന്ന മുൻജന്മ ശത്രു രമണേട്ടൻ. അല്ലടി, അല്ല. മുൻ ജന്മത്തിൽ ഞാൻ നിന്നോട് ചെയ്ത കൊടുംപാപത്തിന് പരിഹാരാർത്ഥമാണ് നിന്റെ കഴുത്തിൽ ഈ രമണനെ മിന്നെ കിട്ടേണ്ടി വന്നത്. ശാപം കൊണ്ട് കല്ലായിപ്പോയ ശബരിക്ക് ശ്രീരാമന്റെ പാദസ്പർശം കൊണ്ട് ശാപമോക്ഷം കിട്ടി. ശാപം കിട്ടിയ ഈ രമണന് ശാപമോക്ഷം തരാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു ഈശ്വരനും കഴിയില്ല. ഒരു 6 മാസം, അതിനുള്ളിൽ ശാപാഗ്നിയിൽ വെന്ത് ഈ രമണൻ ഇല്ലാതാവും. അന്ന് നീ മനസ്സിലാക്കും രമണൻ ആരാണെന്ന്, എന്തായിരുന്നു രമണന്റെ ദൗത്യമെന്ന്. അന്ന് നീ കരയും. നിനക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത പുണ്യപ്രവൃത്തിയിൽ നീ ജീവിതകാലം മുഴുവൻ എന്നെ ഓർമ്മിച്ച് കഴിയുന്ന ദിവസം വരും. ഇന്ന് രമണൻ ബലിമൃഗമാണ്. വീട്ടുകാർക്ക് വേണ്ടി, ഒരു ബന്ധമില്ലാത്ത പലർക്കും വേണ്ടി സ്വന്തം തല മൂർച്ചയുള്ള വാളിനാൽ ഛേദിച്ചെടുത്ത് ഒരു സ്വർണ്ണത്തളികയിൽ നിവേദ്യമർപ്പിച്ച ജാതകദോഷി. ശപിക്കപ്പെട്ടൊരു ജന്മം. അവൾക്ക് എന്തൊന്നില്ലാത്തൊരാത്മബന്ധം അവനോടുണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഏത് പെണ്ണ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് അവന്റെ വീട്ടിൽ പോയി അവനെ കൈയോട് പിടികൂടിക്കൊണ്ടുവരിക? എനിക്കും തോന്നുകയില്ല. എന്തോ അവൾക്ക് അവനെ നന്നായി ബോധിച്ച മട്ട ഈ നില തുടർന്നാൽ നാളെ അവളുടെ സ്നേഹപരിചരണങ്ങൾക്ക് മുന്നിൽ തോറ്റ് അവളുടെ പ്രലോഭനങ്ങളിൽ മയങ്ങി രമണൻ ശരിക്കും ഒരു ഭർത്താവാകാൻ തീരുമാനിച്ചാൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അതോടെ തകരും. ജാതകദോഷം മൂലം രമണൻ മരിക്കുമ്പോഴേക്കും സാവിത്രിക്കുട്ടിയുടെ ഉദരത്തിൽ അവന്റെ കുഞ്ഞു വളരും. സംഭവിക്കരുത്, അങ്ങനെ സംഭവിക്കരുത്. പിന്നെ എന്താണ് പോംവഴിന്ന് പറഞ്ഞതാ കുട്ടിച്ചങ്ങനെ മാമ? ഇനി ഒരു കൂടിക്കാഴ്ച അവർ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു സൂര്യോദയം രമണന് കാണാൻ കഴിയരുത്. അതിനുള്ള കഴിവ് എനിക്കില്ല കുട്ടിച്ചങ്ങനെ മാമ. അറിയാം. പെങ്ങളുടെ കഴുത്തിൽ താലി ചാർത്തിയവനെ തട്ടാൻ മാധവന് കൈപൊങ്ങില്ല.
പക്ഷേ കുട്ടിശങ്കരന് കഴിയും. തനവാല വണ്ടി എടുക്കടാ. മോളെ, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അമ്മയ്ക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അമ്മ പറയാം, ഇതൊക്കെ നിന്റെ നന്മയ്ക്കാണെന്ന് കൂട്ടിയാൽ മതി. താലി കഴുത്തിൽ വീണ് നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പ് കിടപ്പറയുന്ന ഭർത്താവ് ഇറങ്ങി പോകുന്നത് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ എന്ത് നല്ലത് വരുത്തുമെന്ന് അമ്മയെ പറയണേ. ഇതിനുത്തരം 6 മാസത്തിനുള്ളിൽ എന്റെ മോൾക്ക് മനസ്സിലാവും. 6 മാസം പലരും പറഞ്ഞു കേട്ട് മടുത്തു എനിക്ക്. നിങ്ങളുടെയൊക്കെ വർത്തമാനം കേട്ട 6 മാസത്തേക്ക് വാടകയ്ക്ക് എടുത്തൊരു ഭർത്താവ് രമണേട്ടൻ എന്ന് തോന്നുമല്ലോ. വിധിവിഹിതം നടക്കാതെ വരില്ല കുട്ടി. ശകുന്തളയ്ക്ക് ദുഷ്യന്തനെ നഷ്ടപ്പെട്ടു, ദമയന്തിക്ക് നളനെ നഷ്ടപ്പെട്ടു. ശകുന്തളയും ദമയന്തിയും സ്ത്രീരത്നങ്ങളായിരുന്നു, സുഹൃതം മാത്രം ചെയ്തവർ. എന്നിട്ടും അവർക്ക് സംഭവിച്ചത് ദുര്യോഗം മാത്രം. മുജ്ജന്മ കർമ്മഫലമാണ് കുട്ടി. പക്ഷേ എല്ലാ കർമ്മഫലങ്ങൾക്കും അതിന്റെ ദോഷം തീർക്കാൻ ഒരു പോംവഴി സാക്ഷാൽ സൃഷ്ടികർത്താവ് ഏതൊരു ജാതകത്തിലും സൂക്ഷ്മമായി കുറിച്ചിട്ടുണ്ടാവും മോളെ. നിങ്ങളെല്ലാവരും ചേർന്ന് ജാതകപ്പൊരുത്തം നോക്കി നടത്തിയതല്ലേ ഈ വിവാഹം? ശ്രീരാമൻ സ്വയംവരം ചെയ്ത സീതാദേവിയുടെയും ശ്രീരാമന്റെയും ജാതകം അഷ്ടഗുണങ്ങൾ എല്ലാം ഒത്തുചേർന്നതായിരുന്നു. പൊരുത്തങ്ങൾ 9 ഒത്തുചേർന്ന വിശിഷ്ട ജാതകം. എന്നിട്ടും ഭൂമി പിളർന്ന് പാതാളത്തിൽ പതിക്കാനായിരുന്നില്ലേ സീതാദേവിയുടെ യോഗം? ഒരുപക്ഷെ ജാതകപ്പൊരുത്തെന്ന് പറയുന്നത് താലിച്ചരട് കഴുത്തിൽ കെട്ടുന്നത് വരെയാകാം. ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ കടന്നു വരുമ്പോൾ ആ പുരുഷനിലൂടെ അവൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിച്ചേക്കാം. നിലവിലുണ്ടായിരുന്ന സർവ്വദോഷങ്ങളും പരിഹരിക്കപ്പെട്ടേക്കാം. കർമ്മദോഷം ഇല്ലാതാക്കാൻ ഈശ്വരൻ കണ്ടെത്തിയ ഒരു കാരണം മാത്രമാവാം ഭർത്താവ്. കടമ തീരുന്നതോടെ, കർമ്മദോഷം തീരുന്നതോടെ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അയാൾക്ക് പടിയിറങ്ങി പോകാനാണ് യോഗമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മോളെ? അപ്പോ എന്റെ ജാതകത്തില് ദോഷമുണ്ടെന്നാണോ അമ്മ പറയണേ? അല്ല, എന്റെ മോളുടെ ജാതകം വിശേഷപ്പെട്ടത് തന്നെയാ. ദോഷങ്ങളൊന്നുമില്ല. പക്ഷേ രമണന്റെ യോഗം നീയുമായി ഒരു ദാമ്പത്യ ബന്ധത്തിന് യോജിക്കുന്ന അല്ലെങ്കിലോ? പിന്നെ എന്തിനു നിങ്ങൾ നാൾപ്പൊരുത്തം നോക്കി? മനുഷ്യന്റെ ദൃഷ്ടിക്ക് വെളിപ്പെടാത്ത എന്തെങ്കിലും ഒരു ദോഷം ഒളിഞ്ഞു കിടപ്പുണ്ടാവും. ഈശ്വരൻ കുറിച്ചിട്ടത് കണ്ടെത്തുന്ന കാര്യത്തിൽ ജ്യോത്സ്യനും തെറ്റുപറ്റാവല്ലോ. എവിടേക്കാടാ ഈ പാതിരാത്രിയില്? അറിയില്ല. ഈ വഴി അവസാനിക്കുന്ന സ്ഥലത്തേക്ക്. എല്ലാ വഴികളുടെയും അവസാനം മരണമാണ്. ആ വഴി മുമ്പേ തെരഞ്ഞെടുത്തതല്ലേ സാറേ ഞാൻ? നീ ഇനി തിരിച്ച് ചെമ്പകമറ്റത്തേക്ക് വരരുത്. നീ ഇല്ലാതാകണം. സാറേ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഉറക്കം കളയുന്നത്? അതേടാ, നിങ്ങളുടെ ഉറക്കം നീ കാരണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
സാവിത്രി കുട്ടിക്ക് നിന്നോട് വല്ലാത്ത മമതയാണല്ലോ. എന്റെ പൊന്ന് സാറന്മാരെ, മരിക്കാൻ പോകുന്ന മൃഗത്തോട് യജമാനത്തിക്കുണ്ടാവുന്ന സ്നേഹമായിട്ട് അതിനെ കരുതിയാൽ മതി. പക്ഷേ ഞങ്ങൾക്ക് ഭയമാ. അവളുടെ പ്രേരണയ്ക്ക് മുമ്പിൽ നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ വിഴുങ്ങുമോന്ന്. കാണാൻ കൊള്ളാവുന്ന പെണ്ണ, സ്നേഹപൂർവമായ പെരുമാറ്റം. ഏതൊരാണും കുതിച്ചു പോകും ആ സൗന്ദര്യമൊന്നറിയാൻ, ആ സ്നേഹമൊന്ന് നുകരാൻ. ചിലപ്പോ ഞങ്ങൾക്ക് തന്ന വാക്ക് മാറ്റി നീ ജീവിക്കാൻ കുതിച്ചാലോ? ഒടുവിൽ വൈദവ്യ യോഗമുണ്ടെന്നുള്ള സത്യം നീ അവളുടെ കാതിൽ മന്ത്രിച്ചാലോ? അങ്ങനെ സംഭവിച്ചാൽ നിന്നോടൊപ്പം മരിക്കാൻ സാവിത്രിക്കുട്ടി ഒരുങ്ങിയേക്കും. അത് പാടില്ല. എന്റെ സാറന്മാരെ, ഞാൻ എന്ത് ചെയ്യാനാ? രമണൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 5 ലക്ഷം രൂപ പ്രതിഫലം നൽകി 6 മാസത്തേക്ക് തന്റെ ആയുസ് നീട്ടിത്തുന്ന യജമാനന്മാർ അതിനു മുമ്പേ തന്റെ ജീവൻ ആവശ്യപ്പെട്ടാൽ അത് നൽകുക മാത്രമാണ് രമണന് ചെയ്യാൻ കഴിയുക. നാളെ നമ്മൾ കഥ തുടരുമ്പോൾ ഇവിടെ രമണന്റെ ജീവൻ അവശേഷിക്കുമോ? കാത്തിരിക്കാം. എന്തൊക്കെ കുറവുണ്ടെങ്കിലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ എനിക്ക് ഈശ്വരന. ആ ഈശ്വരൻ അങ്ങ് മരിച്ചുപോയാലോ? നിന്നെ ഇഷ്ടമില്ലാത്ത ഒരുത്തനെ നീ എന്തിനു സ്നേഹിക്കണം?